2024 മുതൽ നാറ്റ പുതിയ രൂപത്തിലാണ്, പുതിയ ഭാവത്തിലാണ്. നാറ്റ ആർക്കിടെക്ചറിന് വേണ്ടിയിട്ടുള്ള എൻട്രൻസ് പരീക്ഷയാണ്. BArc-ഇല്ലേ, അതിന്റെ എൻട്രൻസ് എക്സാം. BArc-ന് ബേസിക്കലി 3 പരീക്ഷകൾ കിടപ്പുണ്ട്. എന്നാലും അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളത് നാറ്റ എന്ന് പറയുന്ന എക്സാമാണ്. ഈ നാറ്റ എക്സാം കോവിഡിന് മുൻപ് വരെ അതിനകത്ത് ഡ്രോയിങ് ഒരു ഭാഗമായിരുന്നു. പക്ഷെ കോവിഡിന് ശേഷം ഡ്രോയിങ് ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇപ്പോൾ, അതായത് 2024 ഡ്രോയിങ് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ പാറ്റേണിൽ വലിയ ചേഞ്ചുകൾ ഇപ്രാവശ്യം നാറ്റയ്ക്ക് വന്നിട്ടുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളിപ്പോൾ 12ാം ക്ലാസ് കഴിഞ്ഞ കുട്ടിയല്ല എങ്കിലും ദയവ് ചെയ്തത് കാണുക. കാരണം നിങ്ങൾ അത്യാവശ്യം അറിയാനുള്ളൊരു ഇൻഫർമേഷൻ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. നാറ്റ നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ ആണ്. 2024 മുതൽ ഈ പരീക്ഷ നടക്കുന്ന മോഡ് എന്ന് പറയുന്നത് ഏപ്രിൽ 6 മുതൽ ജൂലൈ വരെയാണ് 2024 ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ നമുക്ക് ഏപ്രിൽ മുതൽ ജൂലൈ വരെ ഈ എക്സാം ഇങ്ങനെ സ്പ്രെഡ് ഔട്ട് ആയിട്ട് നിൽക്കും. എല്ലാ വീക്കെൻഡിലും നമുക്ക് പരീക്ഷ എഴുതാം. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒരു ബുക്കിംഗ് നടത്തിയിട്ട് മേ ബി ഒരു മൂവി കാണാൻ പോകുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നത് പോലെ, അങ്ങനെയൊക്കെ ബുക്കിംഗ് നടത്തി നമുക്ക് പോയി എഴുതാൻ പറ്റുന്ന ഒരു എക്സാമായിട്ട് നാറ്റ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ സൗകര്യപ്രദമായി നമുക്ക് മാറി എന്ന് വേണം കൺസിഡർ ചെയ്യാൻ. ഓരോ വർഷവും നിങ്ങൾക്ക് 3 പ്രാവശ്യം മാക്സിമം ഈ പരീക്ഷ എഴുതാം. ഈ 3 പ്രാവശ്യത്തിൽ ഏത് പരീക്ഷയിലാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്നത്, ആ പരീക്ഷയാണ് ഇവർ ഫൈനൽ മാർക്കായി കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് 3 പരീക്ഷ എഴുതേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് 3 എഴുതി നോക്കണമെങ്കിൽ ആവാം. ഈ മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ഏതെങ്കിലും ബെസ്റ്റ് ഓഫ് 2 എടുക്കുക, അതിൻ്റെ ആവറേജ് എടുക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല. 3 പരീക്ഷ എഴുതാൻ 3-ൽ ഏറ്റവും കൂടുതൽ മാർക്ക് ഏതിനാണോ കിട്ടിയത് അത് വെച്ചിട്ട് നിങ്ങൾ ഫർദർ അഡ്മിഷന് വേണ്ടിയിട്ട് പ്രൊസീഡ് ചെയ്യുക. അങ്ങനെയാണ് ഈ പരീക്ഷ വന്നിരിക്കുന്നത്. ഇനി വേറൊരു വലിയ വ്യത്യാസം എന്താണെന്നറിയോ? ഈ സ്കോർ എന്ന് പറയുന്നത് 2 വർഷത്തെ വാലിഡിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഈ സ്കോറിൻ്റെ 2 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ 2 വർഷത്തെ വാലിഡിറ്റി പുതിയ കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പുതിയ കാര്യമല്ല. ബട്ട് സ്റ്റിൽ ഈ ഒരു പാറ്റേണിൽ അതൊരു വേറിട്ട് വന്നിരിക്കുന്നത് കൊണ്ട് അത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമ്മളത് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 2 വർഷത്തെ വാലിഡിറ്റി എന്ന് പറയുമ്പോൾ 11ാം ക്ലാസ് കഴിഞ്ഞ് 12ാം ക്ലാസ് ഇപ്പോൾ പഠിക്കാൻ പോകുന്ന കുട്ടിയാണ് നിങ്ങളെന്ന് ഇരിക്കട്ടെ. നിങ്ങൾക്കും ഈ പരീക്ഷ എഴുതാം, ഇപ്പോൾ എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഈ സ്കോർ ഉപയോഗിച്ച് അടുത്ത വർഷം നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതൊരു നല്ല കാര്യമല്ലേ? ആ നല്ല കാര്യം ആകുന്നത് എങ്ങനെയാണ്? സാധാരണ 12ാം ക്ലാസ് എത്തുമ്പോഴത്തേനും നമ്മുടെ മുൻപിൽ വേറെയും ഒരുപാട് എൻട്രൻസ് പരീക്ഷകളൊക്കെ വരും. അപ്പോൾ ആ എൻട്രൻസിനൊക്കെ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ ഉള്ള ഒരു എൻട്രൻസ് പരീക്ഷയായിട്ടാണ് പലപ്പോഴും നാറ്റ മാറാറുള്ളത്. ബട്ട് ഇവിടെ ഇങ്ങനെ ഒരു സൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഈ പരീക്ഷ എഴുതി വെക്കാം. പിന്നെ ടെൻഷൻ അടിക്കേണ്ട. ക്വാളിഫയിങ് മാർക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ഒന്നുമില്ലെങ്കിലും നാറ്റയുടെ സ്കോർ ഉണ്ട്, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് BArc-നെങ്കിലും എൻട്രി ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു സമാധാനത്തിലേക്ക് നിങ്ങൾക്ക് എൻട്രി ചെയ്യാൻ പറ്റും. ഈ നാറ്റയുടെ ക്വാളിഫയിങ് മാർക്ക് മാത്രം പോരാ, 12ാം ക്ലാസ്സിന് അവർ പറയുന്ന ശതമാനം നമ്മൾ കരസ്ഥമാക്കുകയും വേണം. ബട്ട് സ്റ്റിൽ നാറ്റ നമ്മൾ ക്വാളിഫൈ ആയി കിട്ടും എന്നുള്ളത് ഇതിനകത്തൊരു പ്ലസ് പോയിന്റ് ആണ്. ഇനി നാറ്റയുടെ പരീക്ഷയുടെ എലിജിബിലിറ്റി എന്താണ്? 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവണം. പണ്ട് കോമേഴ്സ് വിത്ത് മാത്സ് എടുത്തവർക്കും നാറ്റയുടെ എൻട്രൻസ് എഴുതിയിട്ട് BArc-ന് പോകാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എനിക്ക് 2019 മറ്റോ ആണ് അത് സ്റ്റോപ്പ് ആയത്. അതിനുശേഷം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാൻഡേറ്ററി ആണ്. പിന്നെ അതുപോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഡിപ്ലോമ കോഴ്സിൽ, അതായത് പോളി പോലുള്ള കോഴ്സ് അങ്ങനെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മാത്സ് നിർബന്ധമാണ്. അങ്ങനെ അതിൻ്റെ കണ്ടീഷൻസ് ഡിഫറെൻ്റ് ആണ്. ഞാനിപ്പം ഈ 12ാം ക്ലാസ് വെച്ചിട്ടാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളോട്. സോ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് മാൻഡേറ്ററി ആണ് നിങ്ങൾക്ക്. ഇനി അടുത്തതെന്ന് പറയുന്നത് നാറ്റയുടെ പരീക്ഷയുടെ പാറ്റേൺ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പാറ്റേൺ എന്ന് പറയുമ്പോഴത്തേന് ഇതിനകത്ത് 2 പാർട്ട് ഉണ്ട് കേട്ടോ. പാർട്ട് എയും പാർട്ട് ബിയും. ഇതിൽ പാർട്ട് എ എന്ന് പറയുന്നത് ഡ്രോയിങ് ആണ്. ഇത് ഓഫ്ലൈൻ മോഡലാണ്. ഓൺലൈനിൽ കമ്പ്യൂട്ടറിലുള്ള സ്കെച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നുമല്ല. നിങ്ങൾക്ക് പേപ്പർ എടുത്തിട്ട് വരയ്ക്കേണ്ട ആവശ്യമാണ് ഇതിനകത്തുള്ളത്. ഇതിനകത്ത് നിങ്ങൾക്ക് 3 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് 25 മാർക്ക് വീതവും, 3ാമത്തെ ചോദ്യത്തിന് 30 മാർക്ക്. ഇപ്പോൾ ടോട്ടൽ എത്ര മാർക്കായി? 80 മാർക്കായി. 25ഉം 25ഉം 30ഉം 80 മാർക്ക്. ഈ 80 മാർക്കിൽ ഓരോ ചോദ്യം എന്ത് കാറ്റഗറിയിലായിരിക്കും എന്നവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്.
ആദ്യത്തെ ചോദ്യം നിങ്ങൾക്ക് വരാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു വാട്ട് വുഡ് ഐ സേ ഒരു കോമ്പോസിഷൻ, അതുപോലെ കളറിങ്, ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കോമ്പോസിഷൻ ആൻഡ് കളറിങ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനിയും രണ്ടാമത്തേത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വരാൻ പോകുന്ന ചോദ്യം, അതും കോമ്പോസിഷനാണ്, പക്ഷേ കോമ്പോസിഷൻ ആൻഡ് സ്കെച്ചിങ് ആണ് അവിടെ ഒരു പ്രാധാന്യത്തോടു കൂടി വരുന്നത്. മൂന്നാമത്തേത് പറയുന്നത് 3D കോമ്പോസിഷൻ. അപ്പോൾ ഇങ്ങനെ ചിലപ്പം പേര് പറയുമ്പോൾ നമ്മൾ സാധനമാണെന്ന് ഇങ്ങനെ ആലോചിക്കും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യത്തെ, അതായത് ഏപ്രിൽ 6-ാം തീയതി നടന്ന പരീക്ഷയിലെ ആ പരീക്ഷയിൽ ചോദിച്ച ചോദ്യങ്ങൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. ഈ ചോദ്യം ഇപ്പം നാറ്റ് അങ്ങനെ തന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ഇൻ്റർനെറ്റിൽ കൊടുക്കുകയൊന്നുമില്ല. പക്ഷേ പരീക്ഷ എഴുതിയ കുട്ടികളില്ലേ, അവർ പരീക്ഷ കഴിഞ്ഞിട്ട് ഇന്ന ചോദ്യങ്ങൾ ആണ് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിലിടും. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സാധാരണ ഗ്യാദർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളില്ലേ, അവർ തിരിച്ചു വന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നത് ഞങ്ങൾക്ക് ഇന്ന ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെന്നുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നു എന്ന് നമുക്കൊരു ഐഡിയ കിട്ടുക. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് എടുത്തു വെച്ചിട്ടുണ്ട്, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു ഡ്രോയിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: Draw an aesthetic composition using electric bulbs with red, orange and yellow colors. Shapes should overlap to each other. ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയും കൂടെ കാണിക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതൊക്കെ ഈ ക്വസ്റ്റ്യൻ എന്തിനാ പറഞ്ഞു തരുന്നതെന്ന് അറിയോ? നിങ്ങളിത് വെച്ചിട്ട് വരച്ചൊക്കെ നോക്കണം, നിങ്ങളെ കൊണ്ട് അത് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഇത് പാർട്ട് എയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാർട്ട് എയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇനി വേറെ ക്വസ്റ്റ്യൻസ് വായിച്ചു തരാം. ക്രിയേറ്റ് എ കോമ്പോസിഷൻ ഓഫ് 4 മൊബൈൽ ഫോൺസ്, 4 മാച്ച് ബോക്സസ് ആൻഡ് 4 നെയിൽ പോളിഷ് ബോട്ടിൽസ്. ഷോ ദ എഫക്ട്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഷാഡോ. അപ്പോൾ 4 മൊബൈൽ ഫോണ്, 4 തീപ്പെട്ടി, 4 നെയിൽ പോളിഷിൻ്റെ ബോട്ടിൽ. അപ്പോൾ ഇത് 4 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് മൊത്തം ഇപ്പോൾ 12 ആയില്ലേ. അപ്പോൾ ഈ 12 സാധനങ്ങളും വെച്ചിട്ട് ലൈറ്റ് ആൻഡ് ഷാഡോ എഫക്റ്റ് കാണിച്ചുകൊണ്ട് ഇതിനകത്തൊരു കോമ്പോസിഷൻ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായിരുന്നു വേറൊരു ചോദ്യം. പിന്നെ ഇതിനകത്ത് മൂന്നാമത്തെ ചോദ്യം, ഈ നാറ്റയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴത്തേനും അവരതിനകത്ത് പറഞ്ഞത് 3D കോമ്പോസിഷൻ എന്നാണ്. പക്ഷേ ഈ പരീക്ഷ നടന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊരു കിറ്റ് കൊടുത്തു. ആ കിറ്റിനകത്ത് പല ഷേപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അതൊരു പുതിയ സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. അതായത് ക്രിയേറ്റ് ആൻ ഇൻട്രസ്റ്റിംഗ് കോമ്പോസിഷൻ യൂസിങ് ഗിവൺ 3D ഷേപ്സ്. ആ ഗിവൺ 3D ഷേപ്സ് ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിറ്റിൽ ഇവർക്ക് ഹാൻഡ് ഓവർ ചെയ്തത് ജോമെട്രിക്കൽ ഷേപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഒരു കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് തിരിച്ചു കൊടുക്കണം. അങ്ങനെയും ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ കയ്യിലുള്ളത്. അത് ഒന്നിപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതൊന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് ഈ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഈ ഡ്രോയിങ്ങിനകത്ത് ടോട്ടൽ എന്ന് പറയുന്നത് എത്ര മാർക്കാണ് ഞാൻ പറഞ്ഞായിരുന്നു? 80 മാർക്കിൻ്റെ പരീക്ഷയാണ്. അതായത് 25, 25, 30. ഇതിനകത്ത് 20 മാർക്ക് നമ്മൾ നേടണം എന്നുള്ളത് ആവശ്യമാണ്. 20 മാർക്ക് വാങ്ങിച്ചില്ലെങ്കിൽ നമ്മൾ പൊട്ടുട്ടാ. അപ്പോൾ മിനിമം ക്വാളിഫൈ ചെയ്യാനായിട്ട് പാർട്ട് എക്കകത്ത് നമ്മൾ 20 മാർക്കെങ്കിലും നേടിയിട്ടുണ്ടാവണം. ഇനി പാർട്ട് ബി വരയ്ക്കാനൊന്നുമില്ല. പാർട്ട് ബി എന്ന് പറയുന്നത് MCQ ആണ്. അത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുമാണ്. അതായത് കമ്പ്യൂട്ടറിൽ ക്വസ്റ്റ്യൻ വരും, അതിനകത്ത് ഓപ്ഷൻസും വരും, അതിനകത്ത് റൈറ്റ് ആൻസർ നമ്മൾ സെലക്ട് ചെയ്ത് പോകുന്നു. ആ മോഡിലാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിനകത്ത് ടോട്ടലായിട്ട് നിങ്ങൾക്ക് വരാൻ പോകുന്നത്, അതായത് പാർട്ട് ബിക്കകത്ത് വരാൻ പോകുന്നത് 45 ചോദ്യങ്ങളാണ്. ഈ 45 ചോദ്യങ്ങളെ വീണ്ടും 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് 30 ചോദ്യങ്ങളാണ്. ഈ 30 ചോദ്യങ്ങൾക്ക് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം കിട്ടും. അടുത്ത 15 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു ചോദ്യത്തിന് 4 മാർക്ക് വീതം കിട്ടും. അപ്പോൾ 60ഉം 60ഉം 120 മാർക്ക് നമുക്ക് പാർട്ട് ബിക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. ഈ പാർട്ട് ബിയിലെ 120 മാർക്കിൽ നമുക്ക് അവിടെയും ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. മറ്റടുത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നായിരുന്നു, അവിടെ 20 മാർക്ക് കിട്ടിയാലാണ് നിങ്ങൾ ക്വാളിഫൈ ആവുകയെന്ന്. പാർട്ട് ബി നിങ്ങൾ ക്വാളിഫൈ ആണെങ്കിൽ അവിടെ 30 മാർക്ക് കിട്ടും. അപ്പോൾ ഈ 30 മാർക്കും അതുപോലെ തന്നെ മറ്റിടത്ത് കരസ്ഥമാക്കേണ്ടത് 20 മാർക്കും എന്ന് പറയും. അപ്പോൾ 30, 20, 50 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പാസ്സാവുമോ? ഇല്ല. ടോട്ടൽ 70 മാർക്കെങ്കിലും വേണം നാറ്റ ക്വാളിഫൈ ചെയ്യാൻ. അതായത് 200 മാർക്കിന് നടക്കുന്ന പരീക്ഷയാണിത്. ആദ്യത്തെ പരീക്ഷ എന്ന് പറയുന്നത് 80 മാർക്കിൻ്റെ ഡ്രോയിങ്, 120ൻ്റെ MCQ. അപ്പോൾ ടോട്ടൽ 200 മാർക്സ്. ഈ ടോട്ടൽ 200ന് 70 എങ്കിലും വേണം ക്വാളിഫൈ ചെയ്യാൻ. പക്ഷേ അത് MCQവിനാണ് നിങ്ങൾക്ക് 70 കിട്ടിയതെന്ന് വെച്ചിട്ട് നിങ്ങൾ ക്വാളിഫൈ ആകാൻ പോകുന്നില്ല. ഇൻഡിവിജ്വലി നമ്മൾ ഓരോന്നിനും, അതായത് ഡ്രോയിങ്ങിന് 20 എങ്കിലും നമ്മൾ മേടിച്ചിരിക്കണം,
MCQന് 30 എങ്കിലും മേടിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ ക്വാളിഫൈ ആകുള്ളൂ. ബട്ട് ടോട്ടൽ ക്വാളിഫയിങ് മാർക്ക് 70. ക്ലിയർ ആണല്ലോ? ഇനി ഈ പാർട്ട് ബി എന്നുള്ള MCQലെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അപ്പം തന്നെ സ്ക്രീനിൽ കാണിച്ചു തരും നിങ്ങൾക്ക് എത്രയാണ് സ്കോർ ചെയ്യാൻ പറ്റുകയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാതെ പോകുന്നത് ഏതിൻ്റെ സ്കോർ മാത്രമാണ്, നിങ്ങൾ വരച്ച് ഉള്ള, അതായത് പാർട്ട് എയുടെ മാർക്ക് മാത്രമാണ് നമുക്ക് അപ്പോൾ അറിയാൻ പറ്റാതെ പോകുന്നത്. അതിന് കുറച്ച് ദിവസങ്ങളെടുക്കും ആ റിസൾട്ട് വരാനായിട്ട്. മറ്റത് നമുക്ക് അപ്പോൾ തന്നെ ഐഡിയ കിട്ടും, നമ്മൾ ജയിച്ചോ അതോ നമ്മൾ അതിനകത്ത് പൊട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇനി MCQയിൽ വരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് വരും. ആർക്കിടെക്ചറൽ അവയർനെസ് ഉണ്ട്, GK റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ലാംഗ്വേജ് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ്, ഡാറ്റ സെൻസിറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഇതിനകത്ത് വരും. അപ്പോൾ ഇതിൽ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഇതിലും ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് വേണ്ടിയിട്ട്. മാത്തമാറ്റിക്കൽ അതായത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് നമ്പർ സീരീസിൻ്റെ കാറ്റഗറിനകത്ത് ക്വസ്റ്റ്യൻ വരും കേട്ടോ. അപ്പം അതിനകത്ത് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ കൊടുക്കും, ഇങ്ങനെയാണ് എങ്കിൽ അടുത്ത ആ സീരീസിൽ വരാൻ സാധ്യതയുള്ള നമ്പർ. ഇപ്പം കാണുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയാണെന്നൊന്ന് കണ്ടുപിടിക്കാൻ നോക്കിയാൽ നിങ്ങൾ ആക്ച്വൽ പരീക്ഷയ്ക്ക് എന്തുണ്ടാവും, നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവും, പക്ഷെ ഞാൻ ഓപ്ഷൻ കാണിക്കുന്നില്ല. ഓപ്ഷൻ ഇല്ലാണ്ട് നിങ്ങൾ ഇതിൻ്റെ അടുത്ത നമ്പർ എത്രയാകും എന്ന് ആലോചിച്ചിട്ട് ആൻസർ കിട്ടുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുമോ എത്രയാണ് വരാന്നുള്ളത്. ഇതാണ് ഈ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിനകത്ത് വരുന്ന ടൈപ്പ് ഓഫ്, അതായത് നമ്പർ സീരീസ് ക്വസ്റ്റ്യൻസ് ആണത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ വന്നത് ഒരു സംഖ്യ കൊടുത്തിട്ട്, അതായത് 100/20 = 5 എന്നുള്ളതാണ് കൊടുത്തത്. എന്നിട്ട് പറഞ്ഞു ഇതിൻ്റെ റോമൻ നമ്പറിൽ ഇതിനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും എന്ന് ചോദിച്ചു. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ ഈ ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നത് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഒരു റൂമിനെ മറ്റൊരു റൂമുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇതിനെ നമ്മൾ എന്ത് പേരിലാണ് വിളിക്കുക എന്നുള്ളത്. പിന്നെ ഈ ബാങ്കറ്റ് ഹാളില്ലേ, ഹോട്ടലിലുള്ള അതിൻ്റെ ആക്ച്വൽ ഫങ്ഷൻ എന്താണ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നന്നായിട്ട് ബേക്ക് ചെയ്യപ്പെട്ട ഒരു ബ്രിക്കിൻ്റെ കളർ എന്തായിരിക്കും എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇതൊക്കെ ആക്ച്വൽ വന്ന ക്വസ്റ്റ്യൻസ് ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് കേട്ടോ, അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് നോക്കിക്കോ. അതുപോലെ ഒരു ഡെസേർട്ട് റീജിയനിലെ ലോക്കൽ ക്ലൈമറ്റ് എന്തായിരിക്കും, പിന്നെ ചെന്നൈയിലാണ് എങ്കിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്ന സൂട്ടബിൾ ആയിട്ടുള്ള ക്ലോത്തിങ് മെറ്റീരിയൽ എന്തായിരിക്കും. ഇതൊക്കെയാണ് ഇപ്രാവശ്യം ചോദിച്ച ചില ചോദ്യങ്ങളാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലല്ല ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇത് ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതുപോലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് വരിക. അപ്പോൾ 3 പ്രാവശ്യം എഴുതാനുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ പ്രാവശ്യം പോയി എഴുതിയിട്ട് എന്തെങ്കിലും പറ്റിയാലും ടെൻഷൻ അടിക്കേണ്ട. നിങ്ങൾക്ക് വീണ്ടും 2 ചാൻസ് കൂടി ഉണ്ട്. ഇനി 11ാം ക്ലാസ്സിൽ നിങ്ങൾ ഈ പരീക്ഷ എഴുതി എന്ന് വിചാരിച്ചോളൂ. ഇപ്പം 3 പ്രാവശ്യം എഴുതി, 12ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് 3 പ്രാവശ്യം ചാൻസ് കിട്ടും. അവിടെയും പോയിട്ട് നിങ്ങൾക്ക് 3 times എഴുതാൻ പറ്റും. സോ യു ക്യാൻ ഡു ദാറ്റ് ഓൾസോ. അപ്പോൾ ഒന്നുകൊണ്ടും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇനി ഇതിന് കോച്ചിങ്ങിന് പോകണോ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ചില കുട്ടികളുണ്ടാവും ഇത്തരത്തിലുള്ള ഡ്രോയിങ് ക്വസ്റ്റ്യൻസൊക്കെ അവർക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ അവർക്ക് എഴുതാൻ പറ്റണേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക് കോച്ചിങ് ഇല്ലാതെയും സാധിക്കും. ഇനി ഇതിനൊക്കെ ഒരു മെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൈഡിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുകയാണെങ്കിൽ ഗോ ഫോർ എ കോച്ചിങ്. നത്തിങ് റോങ് ഇൻ ഗോയിങ് ഫോർ ദാറ്റ്. നല്ലൊരു സ്ഥലം ഐഡൻറ്റിഫൈ ചെയ്യുക, നിങ്ങളത് പോവുക. ഇനി സെൽഫായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽസ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്കുണ്ട്. അതൊക്കെ എടുത്ത് നോക്കുക, വരച്ച് നോക്കുക. അതുപോലെ തന്നെ അതിൻ്റെ മറ്റേ MCQ വരുന്ന പാർട്ട് ഉണ്ടല്ലോ, അതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് സ്വയം ആൻസർ ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. അങ്ങനെ നല്ല പ്രിപ്പയർ ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് പോയിട്ട് പരീക്ഷ എഴുതാം. കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതി പാസ്സാവുകയാണെങ്കിൽ BARCൻ്റെ അഡ്മിഷനുള്ള ഒത്തിരി അധികം കോളേജുകളിൽ ഇപ്പം JEE പേപ്പർ 2ഉം AATയും ഒക്കെ ഉണ്ട് എങ്കിലും അതിനൊക്കെയുള്ള സീറ്റ്സ് വളരെ ലിമിറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ സീറ്റ്സിലേക്ക് നാറ്റയുടെ മാർക്ക് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത്. സോ ഇഫ് യു ആർ എയിമിംഗ് ഫോർ എ BARC സീറ്റ്, എന്ത് മിസ് ചെയ്യരുത്, നാറ്റ മിസ് ചെയ്യരുത്. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.